ഹലോ ഗൈസ്, ഫ്രാൻസിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് ചോദിക്കുന്ന ഒരു ഒറ്റ ക്വസ്റ്റ്യനാണ്, ബ്രോ അവിടുത്തെ പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. സോ എനിക്ക് അവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഫ്രാൻസിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് മാക്സിമം പഠിക്കുക. ഒരു B1 B2 ലെവലൊക്കെ പഠിച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. കാരണം അത് പാർട്ട് ടൈം ജോബിന് മാത്രമല്ല, ഇൻറ്റേൺഷിപ്പിനും നിങ്ങൾക്കത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ ജസ്റ്റ് എൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫ്രാൻസിൽ വന്ന് എനിക്കൊരു വിത്തിൻ 3 months ഒരു പാർട്ട് ടൈം കിട്ടിയിരുന്നു. സോ ഞാൻ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറൊക്കെ റെഡിയായി അറൗണ്ട് ഒരു 70-80 CVs ഞാൻ പ്രിൻ്റ് എടുത്ത് ഡയറക്റ്റ്ലി ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുത്തു. മെക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, സബ്വേ എന്നൊക്കെ പറഞ്ഞ ഷോപ്പുകളിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അതല്ലാതെ ഞാനൊരു അറൗണ്ട് 200 ജോബ്സ് ഞാൻ ഇൻഡീഡ് ത്രൂ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. സോ അതിൽ നിന്ന് എനിക്കൊരു 10 കോൾസാണ് എനിക്ക് വന്നോളൂ. അതിലൊരു 7 to 8 കോൾസ് ഫ്രഞ്ച് അറിയില്ല എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അവർ കട്ട് ചെയ്തു. ബാക്കി ഒരു 2-3 കോളിൽ നിന്നാണ് അതിലൊരു 1 കോൾ പറഞ്ഞു ഓക്കെ കം ടു ദി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടാണ് എനിക്ക് ആ ജോബ് കിട്ടിയത്. സോ നിങ്ങൾ ഫ്രാൻസിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫ്രഞ്ച് പഠിക്കുക. കാരണം അത് പാർട്ട് ടൈമിനും ഇൻറ്റേൺഷിപ്പിനും നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.